പ്രിയപ്പെട്ടവരെ, നമസ്കാരം. ഒരു വിസിൽ ബ്ലോവറെ പോലെ സത്യം വിളിച്ചു പറഞ്ഞ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ, പ്രത്യേകിച്ച് ഒരു ഡോക്ടറെ, മാനസിക രോഗിയാക്കി മാറ്റാനുള്ള ഒരു സിസ്റ്റമാണോ ഈ ആരോഗ്യ വകുപ്പിൽ നിലനിൽക്കുന്നത് എന്ന സംശയമാണ് ഇപ്പോൾ ഉയരുന്നത്. ഡോക്ടർ ഹാരിസിനെ സമ്മർദ്ദത്തിലാക്കി അയാളെ സത്യം വിളിച്ചു പറഞ്ഞതിൻ്റെ ഭാഗമായി അദ്ദേഹത്തിനെ മാനസിക രോഗിയാക്കി മാറ്റുകയും അങ്ങനെ മാനസിക രോഗിയാക്കി മാറ്റിയവർ തന്നെ, അതിന് കാരണഭൂതരായവർ തന്നെ അദ്ദേഹത്തിന് ചികിത്സയിലിരിക്കുമ്പോൾ പോയി കണ്ട് ആശ്വസിക്കാനും പോവുക എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെക്കുറിച്ച്, അതിൻ്റെ ഒരു മാനുഷിക വശത്തെക്കുറിച്ച് നമുക്ക് പറയാൻ കഴിയുന്നില്ല. മാത്രമല്ല, മന്ത്രി വീണ ജോർജ് കഴിഞ്ഞ ദിവസം ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ എനിക്കൊന്നും പറയാനില്ല, വല്ലോ പറയാനുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പിന്നീട് പറഞ്ഞോളാം എന്നാണ് ഈ മന്ത്രി വീണ ജോർജ് പറഞ്ഞത്. ആരോഗ്യ വകുപ്പിൻ്റെ കസ്റ്റോഡിയനാണ് ഈ മന്ത്രി എന്ന് പറയുന്നത്. ആ മന്ത്രിയോട് മാധ്യമപ്രവർത്തകർ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഇവിടെ നിലനിൽക്കുമ്പോൾ, അത്തരം കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുമ്പോൾ എനിക്കൊന്നും പറയാനില്ല എന്ന് പറയുമ്പോൾ ഇവരുടെ ജനാധിപത്യ ബോധം എവിടെ പോയിരിക്കുന്നു എന്നാണ് നമുക്ക് ചോദിക്കാനുള്ളത്. ദയവായി നിങ്ങൾ തുടരുക. കേരളത്തിലെ ആരോഗ്യ വകുപ്പിന്റെ സിസ്റ്റം തകരാറിലായിരിക്കുന്നു എന്ന് പറഞ്ഞത് മറ്റാരുമല്ല, ആരോഗ്യ വകുപ്പിന്റെ കസ്റ്റോഡിയനായ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് തന്നെയാണ്. ആ സത്യം വീണ്ടും തെളിയിക്കുകയാണ് ഈ ആരോഗ്യ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരും അതിലെ ചില മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലെ പ്രിൻസിപ്പളും സൂപ്രണ്ടും അവർ ചേർന്ന ഒരു വിഭാഗം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പ്രിൻസിപ്പളും സൂപ്രണ്ടും കൂടി വാർത്താ സമ്മേളനം നടത്തിയിട്ട് ഈ ഡോക്ടർ ഹാരിസിനെ ഒരു കള്ളനാണെന്ന് വരുത്തി തീർക്കാനുള്ള ആ ഒരു പരിവേഷം നൽകിക്കൊണ്ടാണ് ആ വാർത്താ സമ്മേളനം നടത്തിയത്. വാർത്താ സമ്മേളനം എന്നുള്ള റിമോട്ട് കൺട്രോൾ വാർത്താ സമ്മേളനമായിരുന്നു. ദൂരെ ഇരുന്ന് ആരോ കൺട്രോൾ ചെയ്യുന്ന തരത്തിലുള്ള വാർത്താ സമ്മേളനമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് മുകളിൽ നിന്നും ഫോൺ വന്നിരുന്നു. ആ ഫോൺ അനുസരിച്ച് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തവർ പ്രതികരിക്കുകയും അഭിപ്രായങ്ങൾ പറയുകയും ചെയ്തു. അപ്പോൾ മുകളിൽ ഒരു നല്ലൊരു സംഘം ഇതിന്റെ പിന്നിലുണ്ട് എന്ന് വാർത്താ സമ്മേളനം നടന്നപ്പോൾ തന്നെ മാധ്യമങ്ങളും ഒക്കെ ആരോപിച്ചതല്ല, പറഞ്ഞത് തന്നെയാണ്. അപ്പൊ അന്ന് സംശയ നിഴലിൽ ഉണ്ടായിരുന്നത് ആരോഗ്യവകുപ്പ് മന്ത്രിയും ആരോഗ്യവകുപ്പ് സെക്രട്ടറിയാണോ ഈ പുറകിൽ നിന്ന് കടിഞ്ഞാൺ വലിക്കുന്നത്, അതോ യഥാർത്ഥത്തിൽ ആരോഗ്യവകുപ്പ് മന്ത്രിയാണോ, അതല്ല ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയ ഒരു ആളാണോ, ഇവരാരെങ്കിലുമാണോ എന്ന് അന്ന് സംശയം ഉയർന്നിരുന്നു. അത്തരം കാര്യങ്ങൾ മാധ്യമപ്രവർത്തകർ ചർച്ചയും ചെയ്തിരുന്നു. അപ്പൊ ഇവരാരെയും സംശയം നിർത്തണ്ട എന്ന് പറഞ്ഞ് ഒരാൾ രംഗത്തൊന്ന് ഞാൻ തന്നെയാണ് ഒരു വലിയ ആളാകാവുന്ന തരത്തിൽ, അല്ലെങ്കിൽ അദ്ദേഹം നേരിട്ട് ഒന്ന് പറഞ്ഞു, DME ഡോക്ടർ വിശ്വനാഥൻ എന്ന് പറഞ്ഞു, ഞാനാണ് വിളിച്ചത്, ഞാനാണ് ഈ വാർത്താ സമ്മേളനം നടന്നുകൊണ്ടിരുന്നപ്പോൾ ഇവരെ വിളിച്ചത്, ഈ വാർത്താ സമ്മേളനം നടത്തി പരിചയമില്ലാത്തവരാണ് പ്രിൻസിപ്പളും ഡോക്ടർമാരും, അതുകൊണ്ട് ഞാൻ പുറകെ നിന്ന് ചില നിർദ്ദേശങ്ങൾ കൊടുത്തു എന്ന് ശരിയാണ്, ഞാനാണ് വിളിച്ചത് എന്ന് പറയുന്നു. അങ്ങനെ പരിചയമില്ലാത്ത ഒരു പ്രിൻസിപ്പളിനെയും ഡോക്ടറെയും എന്തിനാണ് ഈ വാർത്താ സമ്മേളനം നടത്താൻ വേണ്ടി ഉന്തിത്തള്ളി വിട്ടത് എന്നതാണ് അവിടെ ഉയരുന്ന ഒരു ചോദ്യം. മാത്രമല്ല, ഈ DMEക്ക് ഇപ്പൊ മുന്നോട്ട് വന്ന് ഞാനാണിത് ചെയ്തതെന്ന് പറയാൻ കാരണം ഈ മുകളിൽ നിന്നുള്ള നിർദ്ദേശം തന്നെയാണ്. അതായത് മന്ത്രിയും ആരോഗ്യവകുപ്പ് സെക്രട്ടറിയും മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയൊക്കെ സംശയം നിൽക്കുമ്പോൾ അവരെല്ലാം സംശയത്തിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട് ഒരാൾ ഏറ്റെടുത്താൽ അത് ക്ലിയർ ആവുമല്ലോ എന്ന് വിചാരിച്ച് ഇദ്ദേഹം ഇറങ്ങി വന്നതാണ്. ഇനി ഈ DME എന്ന ഡോക്ടർ, അദ്ദേഹമാണ് ഹാരിസിന്റെ ഈ വിഷയങ്ങൾ അന്വേഷിക്കുന്നത്. ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെ വാർത്താ സമ്മേളനം നടത്തി അന്വേഷണ ഉദ്യോഗസ്ഥൻ പുറത്തുവിടാത്ത, സർക്കാരിനെ സമർപ്പിച്ചു എന്ന് പറയുന്നു, എന്തായാലും പുറത്തുവിടാത്ത ഒരു റിപ്പോർട്ട് വായിക്കാൻ പറയുകയും അത് ആ ഭാഗങ്ങൾ വായിക്കാൻ ഈ അന്വേഷണ ഉദ്യോഗസ്ഥനെ പറയുകയും ചെയ്യുന്നതിന് എന്ത് മര്യാദയുണ്ട്, എന്ത് ജനാധിപത്യ ബോധമുണ്ട്, എന്ത് ഒരു അന്വേഷണ സംഘം അന്വേഷണം നടത്തിയ ആളെന്നുള്ളതിന് അയാളുടെ ഒരു എന്താ പറയാ എത്തിക്സ് എന്താണ് എന്നാണ് നമുക്ക് സംശയം വരുന്നത്. അങ്ങനെ പൊതുവിൽ നമ്മൾ നോക്കുമ്പോൾ വല്ലാതെ സംശയ നിലയിൽ നിർത്തിയിരിക്കുന്ന, അല്ലെങ്കിൽ വല്ലാതെ സിസ്റ്റം തകരാറായിരിക്കുന്ന ഒരു സംവിധാനമാണ് ആരോഗ്യ വകുപ്പ് എന്നത് വ്യക്തം തന്നെയാണ്. ആരോഗ്യ വകുപ്പ് മന്ത്രിക്ക് ഒന്നും മിണ്ടാട്ടമില്ല, ഞാനൊന്നും പറയുന്നില്ല
അറിയുന്നില്ല എന്ന് പറയുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. ആരോഗ്യവകുപ്പ് മന്ത്രി അങ്ങനെ ഒളിച്ചോടി പോകേണ്ട ആളല്ല. ജനാധിപത്യ സംവിധാനം അനുസരിച്ച് മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ കൃത്യമായിട്ട് മറുപടി പറയേണ്ട ആളാണ്. അങ്ങനെയുള്ള ആള് ഇനി ഇതിന്റെ ഇടയ്ക്ക് ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഈ വാർത്താ സമ്മേളനം നടത്തിയ വിഷയം ഇപ്പോഴും കത്തി നിൽക്കുകയാണല്ലോ. ഈ വാർത്താ സമ്മേളനം നടത്തിയത് എന്നാണ് ഈ പറയുന്ന പിന്നെ ഡോക്ടർ ഹാരിസ് ലീവിലായിരിക്കുമ്പോഴാണ്. ഈ ലീവിലായത് എന്തിനാണ്? അദ്ദേഹം മാനസിക രോഗ ചികിത്സയ്ക്ക് വേണ്ടി ലീവ് എടുത്ത് നിൽക്കുകയായിരുന്നു. അപ്പൊ മാനസിക ഡോക്ടറെ കണ്ട് അതിനനുസരിച്ച് ആ ഡോക്ടർ പറഞ്ഞതനുസരിച്ച് ലീവ് എടുത്ത് പിന്നെ ആ ചികിത്സയുടെ ഭാഗമായിട്ട് അദ്ദേഹം കഴിയും. അങ്ങനെ ഒരു പിന്നെ മാനസിക രോഗ ചികിത്സയിൽ ഇരിക്കുമ്പോഴാണ് ഈ പ്രിൻസിപ്പളും കൂടെയുള്ള കൊളീജ് എന്നൊക്കെ പറയാവുന്ന ഈ പ്രിൻസിപ്പളും സൂപ്രണ്ടും കൂടെ ചേർന്നുകൊണ്ട് ഈ ഇദ്ദേഹത്തിന് മാനസികരോഗി എന്ന് മാത്രമല്ല കള്ളനും കൂടിയാണ് എന്ന് വരുത്തി തീർക്കുന്ന തരത്തിൽ വാർത്താ സമ്മേളനം നടത്തിയത്. ഇത് നമ്മൾ കേരളത്തിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പറയുന്ന ഞങ്ങൾ അന്വേഷണമൊന്നും ഇനിയില്ല, പിന്നെ അദ്ദേഹത്തിന് പറ്റിയ തെറ്റ് ഹാരിസ് പൊതുജനത്തിന് മുമ്പിൽ വന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ മുമ്പിൽ പറഞ്ഞത്, അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടത് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ശരിയായ നടപടിയല്ല. അതിന് മാപ്പ് ചോദിച്ചിട്ടുണ്ട്. ഇനി ഞങ്ങൾ മറ്റ് അന്വേഷണങ്ങളൊന്നും പോകുന്നില്ല. പക്ഷേ പലതരത്തിൽ പിന്നെ കള്ളനാക്കാൻ ശ്രമിക്കുകയും ഒരു അജ്ഞാതൻ പിന്നെ മെഡിക്കൽ കോളേജിലെ ഡിപ്പാർട്ട്മെന്റ് ഹെഡിന്റെ മുറി തുറന്നു കയറി, പൂട്ടുപോലും പൊളിക്കാതെ തുറന്നു കയറി എന്ന് പറയുന്നു. ഈ അജ്ഞാതൻ എങ്ങനെ ഇവിടെ വന്നു എന്ന് പറയാൻ ഈ വാർത്താ സമ്മേളനം നടത്തിയ പ്രിൻസിപ്പലിന് സൂപ്രണ്ടിന് കഴിയുന്നില്ല. ഈ അജ്ഞാതൻ ഇത്രയും സെക്യൂരിറ്റി സംവിധാനങ്ങളുള്ള ഒരു മെഡിക്കൽ കോളേജിൽ ഒരു പ്രധാനപ്പെട്ട HODയുടെ ഓഫീസ് മുറിക്കാത്ത ഒരു അജ്ഞാതൻ കയറിയത് എങ്ങനെയാണെന്ന് ഇവർ പറയുന്നില്ല. മാത്രമല്ല, അവര് എന്തുകൊണ്ട് അങ്ങനെ അജ്ഞാതൻ കയറിയപ്പോൾ പോലീസിൽ പരാതി കൊടുക്കാത്തതെന്ന് ചോദിച്ചപ്പോൾ ഈ പ്രിൻസിപ്പളൊക്കെ പറഞ്ഞത്, അത് ഞങ്ങൾക്ക് സർക്കാരിനെ റിപ്പോർട്ട് ചെയ്യാൻ ഞങ്ങൾ പോലീസിന് പറയേണ്ട കാര്യമില്ല എന്നാണ്. അങ്ങനെയാണെങ്കിൽ മെഡിക്കൽ കോളേജ് ഇനി എന്തെങ്കിലും ഉപകരണങ്ങൾ നഷ്ടപ്പെട്ടു പോയാൽ, കാണാതെ പോയാൽ, അതല്ലെങ്കിൽ അവിടെ മറ്റെന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ നടന്നാൽ നിങ്ങൾ സർക്കാർ റിപ്പോർട്ട് ചെയ്യുകയുള്ളൂ. സർക്കാർ മുഖ്യമന്ത്രിയോ അതല്ലെങ്കിൽ ആരോഗ്യവകുപ്പ് മന്ത്രിയാണോ പോലീസിൽ പരാതി നൽകേണ്ടത്? പിന്നെ എന്തിനാണ് നിങ്ങൾ ആ ആശുപത്രിയുടെ സൂപ്രണ്ടായിട്ടും അല്ലെങ്കിൽ ആശുപത്രിയുടെ മെഡിക്കൽ കോളേജിന്റെ പ്രിൻസിപ്പളായിട്ടും ഇരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതിന് ഇവർക്ക് മറുപടിയില്ല. അങ്ങനെ പൊതുവിൽ ആരൊക്കെയോ ഉന്തിത്തള്ളിവിട്ട് നടത്തിയ ഒരു വാർത്താ സമ്മേളനമാണ്. എന്തായാലും ഇപ്പോൾ പിന്നെ അഴിച്ചുവിട്ടവർ തന്നെ, പ്രശ്നങ്ങൾ ഉണ്ടാക്കിയവർ തന്നെ, വിവാദങ്ങൾ സൃഷ്ടിച്ചവർ തന്നെ ഇപ്പോൾ സ്വയം പിൻവാങ്ങുകയും ഒളിച്ചോടുന്ന തരത്തിൽ മാറിപ്പോവുകയും ചെയ്യുന്നു. ഹാരിസിനെ ഞങ്ങൾ ഇനി എതിരായിട്ട് ഒരു അന്വേഷണവുമില്ല, ഇനി ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞ് മാറുകയാണ്. പക്ഷേ അങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ വീണ്ടും കുത്തിത്തിരിച്ച് ചില അന്വേഷണങ്ങൾ വീണ്ടും നടത്തുകയോ, ഇനി അന്വേഷണങ്ങളില്ലാന്ന് മുമ്പും പറഞ്ഞതാണ് ഇതുപോലെ. പക്ഷെ പിന്നീടും അന്വേഷണം നടത്തി വീണ ജോർജ് തന്നെ ആരോഗ്യവകുപ്പ് മന്ത്രി തന്നെ പറഞ്ഞു, ഒരു ഉപകരണം കാണാനില്ല, നഷ്ടപ്പെട്ടിരിക്കുന്നു, അത് മോഷണം പോയതാണെന്ന് അന്വേഷിക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പോഴും അവരും ഈ ആരോഗ്യമന്ത്രിയും ഹാരിസിനെ ഒരു കള്ളൻ എന്ന തരത്തിലുള്ള പരീക്ഷണം ഉണ്ടാക്കിയെടുക്കാനാണ് ശ്രമിച്ചത്. അവിടെ നിന്ന് അങ്ങോട്ട് തുടർന്നു. ആദ്യം ഈ വീണ ജോർജ് പറഞ്ഞത് തുടക്ക കാലഘട്ടത്തിൽ, അതായത് ഈ പ്രശ്നം ഉണ്ടായ സമയത്ത് ഹാരിസ് നല്ല ഡോക്ടറാണ്, സത്യസന്ധനാണ്, അദ്ദേഹത്തിന്റെ ആത്മാർത്ഥത കൊണ്ടാണ് ഇത് പറഞ്ഞത്, അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞതിനെ ഗവൺമെന്റ് കാര്യമായി ഏറ്റെടുക്കുന്നു, ഇത് ഞങ്ങളുടെ സിസ്റ്റത്തിന്റെ തകരാറ് കൊണ്ട് സംഭവിച്ചതാണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രി ഹാരിസിനെ പിന്നെ താങ്ങിക്കൊണ്ട് ചില അഭിപ്രായങ്ങൾ പറഞ്ഞു. അപ്പോൾ ആരോഗ്യവകുപ്പ് മന്ത്രി മാറി, മറ്റ് ഉദ്യോഗസ്ഥന്മാർ മാറി, പ്രിൻസിപ്പൾ മാറി, കൂടെയുള്ളവരെല്ലാം മാറി. അതുവരെ ഹാരിസ് നല്ലവരെന്ന് പറഞ്ഞവരെല്ലാം ഹാരിസ് മോശക്കാരനെന്ന് പറയാൻ തുടങ്ങി. ഇതാണ് നമ്മൾ കാണുന്ന ഒരു അധികാരത്തിന്റെ ശക്തി എത്രമാത്രം, ഈ അധികാരത്തിൽ പിടിച്ചിരിക്കാൻ, അള്ളിപ്പിടിച്ചിരിക്കാൻ ഓരോരുത്തർ എന്തുമാത്രം പണിപ്പെടുന്നു എന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും ഇപ്പോൾ ഹാരിസ് ഉയർത്തിയ പ്രശ്നങ്ങൾ ഇപ്പോഴും ഈ നമ്മുടെ പൊതുമണ്ഡലത്തിൽ നിലനിൽക്കുന്നു. അതെങ്ങനെ പരിഹരിക്കും എന്ന് വ്യക്തമായിട്ട് ഈ ഗവൺമെന്റ് ഇതുവരെയും പറഞ്ഞിട്ടില്ല. അത് വ്യക്തമാക്കേണ്ടത് ഗവൺമെന്റാണ്, ആരോഗ്യവകുപ്പ് മന്ത്രിയും കൂടിയാണ്. ഹാരിസ് പറഞ്ഞ വിഷയങ്ങൾ എല്ലാം പരിഹരിക്കുമോ, പരിഹരിച്ചു കഴിഞ്ഞോ എന്ന്, ഈ എല്ലാം തീർത്തു എന്ന് പറയുമ്പോൾ അതും കൂടെ പരിഹരിച്ചു കഴിഞ്ഞു എന്ന് പറയേണ്ടി വരും. വീണ്ടും സംശയം ഉയരുന്നത്, ഈ മാധ്യമങ്ങൾ ഈ എല്ലാം മറന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ മാധ്യമങ്ങൾ മറ്റു വാർത്തകളുടെ പിന്നാലെ പോയി ഇത്തരം വിഷയങ്ങൾ വിട്ടുപോകുന്ന ഒരു കാലഘട്ടത്തിൽ കുറച്ചൊന്ന് എല്ലാം ശാന്തമാകുന്ന അവസരത്തിൽ വീണ്ടും ഹാരിസിനെതിരായിട്ട് നടപടിയെടുക്കുമോ, അല്ലെങ്കിൽ വീണ്ടും അന്വേഷണങ്ങൾ തുടരുമോ, അദ്ദേഹത്തിനെതിരെ പ്രത്യേക നടപടി എടുക്കുമോ എന്നതാണ് ഉയരുന്ന പ്രധാനപ്പെട്ട സംശയവും ചോദ്യം. അത് ഉത്തരം നൽകേണ്ടത് ഇനി ഈ ഗവൺമെന്റും ആരോഗ്യവകുപ്പ് മന്ത്രിയും തന്നെയാണ്. അതുണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല.
പിന്നെ ഈ മാനസരോഗിയാക്കി മാറ്റിയ ഒരു ഡോക്ടറെ, ജനങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിച്ച ഒരു ഡോക്ടറെ മാനസരോഗിയാക്കി മാറ്റിയതിൻ്റെ ഉത്തരവാദി ആരാണ് എന്നത് ഈ ആരോഗ്യ വകുപ്പ് മേധാവികൾ പറയേണ്ടതുണ്ട്. അദ്ദേഹത്തിനെ ഈ അവസ്ഥയിൽ എത്തിച്ചത് ആരാണ് എന്നത് ജനങ്ങൾക്കും ആ ചോദ്യത്തിന് ഉത്തരം ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ എടുത്തു പറയാനുള്ളത് ഈ അധികാരത്തിൻ്റെ മുഖം എല്ലാം ഒരുപോലെയാണ്. ഇപ്പോൾ യു പിയിലെ കഫീൽ ഖാൻ എന്ന് പറയുന്ന ഡോക്ടർക്ക് അനുഭവിക്കേണ്ടി വന്നപ്പോൾ കേരളത്തിൽ കഫീൽ ഖാന് 100,000 പിന്തുണയുമായി എത്തുകയും കഫീൽ ഖാനെ കേരളത്തിലേക്ക് വിളിച്ചു വരുത്തി വലിയ സ്വീകരണം നൽകുകയും ചെയ്ത ഒരു ഗവൺമെൻറ്റും പാർട്ടിയുമാണ് ഈ ആരോഗ്യ വകുപ്പ് നയിക്കുന്നത് എന്നതാണ് സത്യം. അപ്പോൾ അവിടെ ഈ വിസിൽ ഡോവറെ പോലെ സത്യം വിളിച്ചു പറയാൻ വന്ന ഹാരിസിനെ ഇങ്ങനെ വേട്ടയാടുമ്പോൾ ഈ കഫീൽ ഖാനെ വേട്ടയാടുന്നതിന് തുല്യം തന്നെയാണ്. അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഈ അധികാരം എന്ന് പറയുന്നത് ഇടതുപക്ഷമായാലും ശരി മറ്റെന്തായാലും ശരി അവരുടെ മുഖം ഒരുപോലെ തന്നെയാണ്. അപ്പൊ ഇടതുപക്ഷം എന്ന് പറയുന്നത് ഞങ്ങൾ വ്യത്യസ്തരാണ്, ഇതൊരു കപ്പിത്താനുണ്ട് സാർ, ഈ കപ്പൽ മറിയില്ല സാർ എന്ന് പറഞ്ഞ മന്ത്രിക്ക് തന്നെ തൻ്റെ പിന്നെ കപ്പലിൻ്റെ ഭാഗം വെള്ളം കയറി ചരിഞ്ഞു തുടങ്ങി എന്നത് യാഥാർത്ഥ്യമായി ജനങ്ങൾ കാണുന്നു. അതിന് മറുപടിയില്ലാതെ അന്തം വിട്ട് നിൽക്കുകയാണ്. മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ എനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ്. ഈ കപ്പിത്താനുണ്ട് സാർ, അത് മറിയില്ല സാർ, ഇതിനെ നയിക്കാൻ ഒരു ശക്തനായ കപ്പിത്താനെന്ന് പറഞ്ഞ ഈ വീണ ജോർജിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ.